ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലക് പനീർ ചപ്പാത്തിക്കും പൊറോട്ട, പൂരി, അപ്പം ഇവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള പാലക് പനീർ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ വിവി അച്ചുഹം. ഞാനൊരു പാത്രത്തിൽ 2 കപ്പ് പാലക്ക്, ഫ്രഷ് പാലക്കിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ക്യൂബ്സായിട്ട് അരിഞ്ഞതും ഒരു തക്കാളി ക്യൂബ്സായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു അടപ്പ് വെച്ച് അടച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. പാലക്കിൽ നിന്നും അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. ആ വെള്ളമെല്ലാം ഒന്ന് പറ്റിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ച് വെക്കണം. ഇനി നമുക്ക് പാലക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ക്യൂബ്സ് ബട്ടറൂടെ ചേർത്ത് കൊടുക്കുക. ഫ്ലേവർലെസ് ആയിട്ടുള്ള കുക്കിംഗ് ഓയിൽ വേണം ഉപയോഗിക്കാൻ. ഇതിലേക്ക് 3 ഗ്രാമ്പു, 3 കറുവപ്പട്ട, ഒരു ഏലക്ക ചതച്ചതും ഒരു ബേ ലീഫ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്താൽ മതി. ഒരു മീഡിയം വലിപ്പമുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളറായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നമ്മളിതിന് ഉപയോഗിക്കുന്നില്ല. എരിവിന് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കിൻ്റെ കറി അങ്ങ് ഗ്രീൻ കളർ മാറി ഒരു റെഡ് കളറിലേക്കാവും. അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കാത്തത്. ഒരു 15 സെക്കൻഡോളം തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പാലക്കൂടെ ചേർത്ത് കൊടുക്കുക. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നിടം വരെ ഓയിലൊന്ന് സെപ്പറേറ്റായി കിട്ടുന്നിടം വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 1.25 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കറിക്ക് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരു 20 പീസോളം പനീറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പനീറൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു അളവിൽ കറി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 പേർക്കൊക്കെ നമുക്ക് കറി സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ലാസ്റ്റിൽ ഒരു 2 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ക്രീം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാലക് പനീർ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. പാലക് പനീർ തയ്യാറാക്കാനായിട്ട് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ലീഫ് എടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ. താങ്ക് യു.